ഫ്രീ ടൈം ട്രാവലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇതിഹാസ കാവ്യമായ മഹാഭാരത ചരിത്രത്തിലെ കൗരവരാജാവായ ദുര്യോധനൻ ആരാധനാമൂർത്തിയായ ദക്ഷിണ ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പോരുവഴി എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന മലനട ക്ഷേത്രം. മഹാഭാരത കഥയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യവും കഥകളുമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. കേരളത്തിൽ ആകെ 103 മലനടകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവയെല്ലാം പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വിശാലമായ നെൽപ്പാടത്തിന് നടുക്കുള്ള ഒരു കുന്നിന്റെ മുകളിലാണ് മനോഹരമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്കിനി ഈ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാം. ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ട് മഹാഭാരത യുദ്ധത്തിന് മുൻപ് അജ്ഞാതവാസം അനുഷ്ഠിച്ചിരുന്ന പഞ്ചപാണ്ഡവരെ തേടി കൗരവ രാജാവായ ദുര്യോധനനും സംഘവും ഈ സ്ഥലത്ത് എത്തി. യാത്ര ചെയ്ത് ക്ഷീണിച്ച ദുര്യോധനനും കൂട്ടരും മലനടക്കുന്നിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കടുത്താംശേരി കൊട്ടാരത്തിലെത്തുകയും ദാഹജലം ചോദിക്കുകയും ചെയ്തു. ആ കൊട്ടാരത്തിലെ ഒരു വൃദ്ധയായ സ്ത്രീ ചെത്തുകളിലാണ് അവർക്ക് കുടിക്കുവാൻ കൊടുത്തത്. അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല കണ്ടപ്പോൾ അവർ ഒരു കുറവ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണെന്ന് ദുര്യോധനന് മനസ്സിലായി. അവരുടെ ആചാരമര്യാദകളിൽ സംതൃപ്തനായ കൗരവ രാജാവ് അവർക്ക് 101 ഏക്കർ നൽകി അനുഗ്രഹിക്കുകയും ഈ ദേശം തൻ്റെ പേരിൽ പ്രസിദ്ധി നേടുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അത്രേ. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ വിഗ്രഹങ്ങളോ ശ്രീകോവിലോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. വിശാലമായ പ്രകൃതിയിൽ തന്നെയാണ് ദൈവചൈതന്യം കുടികൊള്ളുന്നത്. ശ്രീകോവിലിന് പകരമായി ഇവിടെയുള്ള ഒരു മണ്ഡപമാണ് ഈ കാണുന്നത്. തറയിൽ നിന്നും ഉയർത്തിക്കെട്ടിയിട്ടുള്ള മണ്ഡപം പോലെയുള്ള ഒരു വേദി. ഇവിടുത്തെ ആചാരങ്ങളും വഴിപാടുകളും പൂജകളുമൊക്കെ അതിവിശിഷ്ടമാണ്. കള്ളും പുകയിലയും കൂടാതെ കോഴി, ആട് എന്നിവയും പ്രധാന വഴിപാടുകളായി ഭക്തർ സമർപ്പിക്കുന്നു. പട്ട്, കറുപ്പ് കച്ച, പായസം, മുത്തുക്കുട, കാള എന്നിവയും നേർച്ചയായി സമർപ്പിക്കാവുന്നതാണ്. ആരാധനാമൂർത്തിയായ മലനടയപ്പൂപ്പൻ എന്ന മഹാസങ്കല്പത്തിലാണ് ഇവിടെ പൂജാകാര്യങ്ങൾ നടത്തുന്നത്. പരമ്പരാഗതമായി കുറവ സമുദായത്തിൽപ്പെട്ടവരാണ് പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത്. മലനടയിലെ കെട്ടുത്സവം വളരെയേറെ കേളികേട്ടതാണ്. എല്ലാ വർഷവും മീനമാസത്തിലാണ് മലനടയിലെ പ്രസിദ്ധമായ മലക്കുട മഹോത്സവം. ഇവിടെ 12 വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന പള്ളിപ്പാന എന്ന ഉത്സവം ഏറെ പ്രസിദ്ധമാണ്. 12 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ്. ചൂരൽ വള്ളികൾ ശരീരത്തിൽ ചുറ്റിക്കൊണ്ട് ക്ഷേത്രമുറ്റത്ത് ഉരുളുന്ന പള്ളിപ്പാന ചടങ്ങ് കുരുക്ഷേത്ര യുദ്ധത്തിലെ ശരശയ്യയെയാണ് അനുസ്മരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി മനോഹരമായ നെൽപ്പാടങ്ങളും കിഴക്കും വടക്കും ജനവാസമുള്ള കൃഷിഭൂമിയുമാണ്. ക്ഷേത്രം നിൽക്കുന്ന കുന്നിന്റെ മുകളിൽ കൗരവ രാജാവായ ദുര്യോധനൻ ശിവനെ ധ്യാനിച്ച് തപസ്സു ചെയ്തുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിനോട് തൊട്ടടുത്തു തന്നെയാണ് കടുത്താംശേരി തറവാട് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാവും അതിനു പുറകിലായി തറവാടും സ്ഥിതി ചെയ്യുന്നു.
പണ്ട് തറവാട്ടിൽ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു പത്തായം ഇതിന്റെ സൈഡിലായി തന്നെ സംരക്ഷിച്ചു പോരുന്നു. ഈ തറവാടിന്റെ പരിസരത്ത് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് അനിർവചനീയമായ ഒരു ഭക്തിയുടെ അനുഭൂതിയാണ് ലഭിക്കുന്നത്. ഇവിടെയും മലനട ക്ഷേത്രത്തിന് സമാനമായ പൂജാകാര്യങ്ങളാണ് നടത്തുന്നത്. ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി കാവുകൾ സംരക്ഷിക്കുക എന്നുള്ളത് മാനവരാശിയുടെ തന്നെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. പഴയ നാലുകെട്ടിന്റെ രൂപത്തിലാണ് ഈ കൊട്ടാരവും ഭവനവും നിർമ്മിച്ചിട്ടുള്ളത്. മലനട അപ്പൂപ്പൻ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ദുര്യോധനന്റെ പേരിലാണ് ഈ ഭൂമിയുടെ കരം ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്സവ സമയത്തും അല്ലാത്തപ്പോഴും ധാരാളം ഭക്തജനങ്ങൾ നാനാദേശത്തു നിന്നും മലനട അപ്പൂപ്പന്റെ അനുഗ്രഹത്തിനായി ഇവിടെ എത്തിച്ചേരാറുണ്ട്. കൊല്ലം ജില്ലയുടെ വടക്കേ അതിർത്തിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടൂരിൽ നിന്ന് വടക്ക് കിഴക്കും ശാസ്താംകോട്ടയ്ക്ക് തെക്ക് കിഴക്കുമായി തുല്യ ദൂരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. NH-47 കായംകുളം, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും MC റോഡിൽ കൊട്ടാരക്കര നിന്നും ഏകദേശം 25 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഭക്തിസാന്ദ്രമായ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.